ഹായ് അസ്സാം വലൈക്കും നമസ്കാരം. ഹോംലി കുക്കിൽ നിന്ന് നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പത്തിരി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പത്തിരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു നാഴിയിൽ ഒരു നാഴി പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൂമ്പിയല്ല എടുത്തിരിക്കുന്നത്, വടിച്ചാണ് എടുത്തിരിക്കുന്നത്. കൂമ്പി എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും, അതുകൊണ്ട് തന്നെ വടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പൊടി ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കിതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ പാക്കറ്റ് വാങ്ങുവാണെങ്കിൽ അതിൽ തന്നെ മെഷർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അളവ്. പക്ഷെ നമ്മൾ ലൂസായിട്ട് വാങ്ങുമോ അല്ലെങ്കിൽ അരി വാങ്ങി വീട്ടിൽ പൊടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു നാഴിയിൽ ഒരു നാഴി വെള്ളമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് പൊടി വറുക്കാത്ത പൊടിയാണ്, അതുകൊണ്ട് ഇതിന് ഏകദേശം ഒരു നാഴി തന്നെ വെള്ളം കറക്റ്റായിരിക്കണം. അതിൽ കൂടുതൽ വന്നാലാണ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടി വരിക. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ ഇത് വ്യത്യാസം വരും. ഒരു നാഴിയല്ല, ഒരു 1.25 നാഴി വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം. എന്നാലും ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി വരാം, അതുകൊണ്ട് നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നാഴി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ തിളയ്ക്കാനായിട്ട് വയ്ക്കുകയാണ്. പൊടി ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം നമുക്ക് ആവശ്യം വന്നാൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം തിളയ്ക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണെങ്കിൽ ഈ 1.25 എന്നുള്ളത് എന്തായാലും കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 നാഴി വെള്ളം എന്തായാലും തിളയ്ക്കാനായിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആവശ്യം വരില്ലായിരിക്കാം, ആവശ്യം വന്നാൽ മാത്രം ഇത് യൂസ് ചെയ്യുക. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ തിളയ്ക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യുക, പൊടിയുടെ മേലേക്ക് തിളച്ച് കയറി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കുക്കിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനകത്ത് വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുറച്ച് കുറഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പത്തിരിക്ക് കറക്റ്റ് പൊടി വേവ് കറക്റ്റ് ആയാലാണ് പത്തിരി നന്നായിട്ട് വരുള്ളൂ, അതുകൊണ്ട് അതിൽ പരീക്ഷിക്കാൻ നിൽക്കണ്ട. വെള്ളം നന്നായിട്ട് തിളച്ച് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളവും പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടിയും വെള്ളം ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പൊടിയുടെ വേവിൽ വ്യത്യാസം വരും. പൊടിയിൽ വെള്ളം കുറഞ്ഞു പോയാലും പത്തിരി ചുട്ട് കഴിഞ്ഞിട്ട് അല്പനേരം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഉണങ്ങും പോലെ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് പൊടിയുടെ വെള്ളം കറക്റ്റ് ആവാൻ നോക്കണം. അപ്പോൾ ഞാനിവിടെ പൊടി നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം, എന്നിട്ട് പൊടി കുഴച്ചെടുക്കാം. ഇനി പൊടി നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. ഒരുവിധം ചൂടോടുകൂടി തന്നെ കുഴക്കണം, അല്ലെങ്കിൽ നമുക്ക് പത്തിരി നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കയ്യിലൊന്ന് വെള്ളം നന്നായിട്ട് ഒന്ന് മുക്കി കൊടുക്കുക, എന്നിട്ട് കുഴച്ച് കൊടുക്കുക. ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ വെള്ളം വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നോടെ ഇതുപോലെ തൊട്ട് വയ്ക്കാനുള്ള സോഫ്റ്റ് ആയിരിക്കും, അവിടെ നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടി വെക്കുക. ഉരുട്ടിയിട്ടൊന്ന് പരത്തി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ സ്മൂത്തായിട്ടിരിക്കണം. കുഴയാത്ത പൊടിയാണെങ്കിൽ സൈഡൊക്കെ നമ്മൾ വിണ്ടിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഉരുളയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് എടുക്കുകയാണ്. ഇത് വെച്ചിട്ട് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് മൂടി വയ്ക്കാം. പക്ഷേ മൂടി വെച്ചാലും നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്നോടെ ഉണങ്ങും പോലെ ആവും. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി കുഴച്ചിട്ട് വേണം പിന്നെ ചെറിയ ബോൾസാക്കി എടുക്കാനായിട്ട്. ഞാനിത് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി മൂടി വെച്ചിട്ടുണ്ട്. എന്നാൽ കൂടെ നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് വേണം ബോൾസാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിത് ഓരോ ബോൾസാക്കി എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ പിടിക്കുകയില്ല, നമുക്ക് പരത്തുമ്പോൾ കുറച്ച് നന്നായിട്ട് പരന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം അങ്ങ് ബോൾസാക്കി എടുക്കാം.
ഇനി പത്തിരി പരത്തിയിട്ട് ഒന്ന് പൊടി തട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഴയകലമുള്ള കോട്ടൺ തുണി, തോർത്തെടുത്താലും മതി. അപ്പോൾ കുറച്ച് കനം കുറഞ്ഞ തുണിയാണെങ്കിൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ എളുപ്പമുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള പൊടി ഇട്ടിട്ട് നമ്മളിത് കിഴി കെട്ടും പോലെ കെട്ടിയെടുക്കുക. നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊടി തട്ടിയെടുക്കുന്ന ആ ഒരു സ്റ്റേജ് നമുക്ക് എളുപ്പമായിട്ട് വരും. ഇപ്പോൾ ഒരാൾക്ക് തന്നെയാണെങ്കിലും പെട്ടെന്ന് പരത്തി പൊടി തട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. എളുപ്പമായിട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം പത്തിരി പരത്തി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ കുറച്ച് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം പത്തിരി പരത്തി വയ്ക്കാൻ. അപ്പോൾ നമുക്ക് പത്തിരി പരത്തി എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ടുണ്ട്, പത്തിരി നന്നായിട്ട് പരന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോ ബോൾസ് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കവർ കെട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര പരക്കാത്ത പ്രസ്സായാലും പെട്ടെന്ന് തന്നെ നമുക്ക് പരന്ന് കിട്ടും. പത്തിരി ഞാനിവിടെ പൊടിയിട്ട പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം പൊടിയൊന്ന് ഇതുപോലെ ഇട്ടിട്ട് പത്തിരി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് പൊടി തൂളി കൊടുക്കുക. ഒരുപാട് പൊടി ഇടരുത്. അങ്ങനെ ഒരുപാട് പൊടിയിട്ടാൽ പിന്നെ നമ്മളത് തട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ പത്തിരിയും ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെയും പൊടി തട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ എല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് പത്തിരി ഞാൻ പരത്തി പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പേപ്പറിലാണെങ്കിൽ ഇതുപോലെ സൈഡിലുള്ള പൊടി അങ്ങ് തട്ടി മാറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ പാത്രത്തിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് മാറ്റി കളയാൻ പറ്റില്ല. ഇപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പത്തിരി വെച്ച് കൊടുക്കാം. അപ്പോൾ പത്തിരി എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് തട്ടി കൊടുക്കുക. എന്നിട്ട് പാനിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പൊടി തട്ടാതെ നമുക്ക് ചുട്ടെടുക്കാം. അത് നന്നായിട്ട് തന്നെ വരും. പക്ഷേ കുറച്ച് അധികമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പൊടി തട്ടി എടുത്ത് വച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പൊടി ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ ലാസ്റ്റ് വരുന്ന പത്തിരി മാത്രം ഒന്ന് 2 കൈ കൊണ്ടൊന്ന് തട്ടി കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് പത്തിരി തിരിച്ചിടാം. ഇതുപോലെ ചെറിയ ബബിൾസ് ഇതിൽ വരും. അപ്പോൾ നമുക്ക് പത്തിരി തിരിച്ചിട്ട് കൊടുക്കണം. ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങി വന്ന ഉടനെ തന്നെ അത് പാനിൽ നിന്ന് മാറ്റണം. പിന്നെ അത് അവിടെ ഇട്ടുകൊണ്ടിരിക്കരുത്. ഇട്ടാൽ പിന്നെ ഒന്നുകൂടി ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതുപോലെ എല്ലാം അങ്ങ് ചെയ്തെടുക്കാം. പത്തിരി ചുട്ടിടുന്നത് ഇതുപോലെ ഒരു ഹോൾസുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇടുവാണെങ്കിൽ അടിയിൽ ആവിക്കാതിരിക്കും. ഇനി നമ്മൾ മേലേക്ക് ഇതുപോലെ പത്തിരി ഇടുമ്പോൾ ആവിച്ചിട്ട് അടിയിലുള്ള പത്തിരി മോശമായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.